എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നത്? അതായത് പെട്ടെന്നൊരു പുസ്തകം എഴുതാം എന്നൊരു ചിന്തയിലേക്ക്, അതായത് ഇത്രയും കാലം ഈ അനുഭവിച്ച സ്ട്രെസ്സ് മറ്റുള്ളവർ അതെങ്ങനെ നമ്മളെങ്ങനെ ഡീൽ ചെയ്തൊന്നും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനായിരുന്നോ ഉദ്ദേശം? അതൊരു ഉദ്ദേശമാണ്. പിന്നെ ഒരു പുസ്തകം എഴുതണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് കാലമായിട്ടുണ്ട്. ഞാൻ എഴുതുമായിരുന്നു, അല്ലാതെ പുസ്തകമായിട്ട് എഴുതണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതായത് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് പുസ്തകങ്ങൾ എങ്ങനെ എഴുതാം അവരോട് പറഞ്ഞു കിട്ടുന്നുണ്ട്. അതായത് വലിയ വലിയ ആൾക്കാരൊക്കെ പുസ്തകം എഴുതുന്നത് ഇൻറ്റ്യൂഷൻ, അതായത് നമ്മൾ രാത്രി ഈ സമയത്ത് ഒരു തോട്ട് മനസ്സിലിട്ടിട്ട് കിടക്കും, രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ വരും. അപ്പോൾ അത് ഞാൻ ഈ പുസ്തകം എഴുതുന്നതിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വർക്കാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതിയതാണ്. അതായത് ഈ കവികളൊക്കെ പണ്ട് ഇങ്ങനെ ആക്ച്വലി അവരുടെ സൃഷ്ടി പുറത്തു വരുമ്പോൾ അവർ പ്രസവവേദന അനുഭവിക്കുന്നുള്ള രീതിയിലാണ് പണ്ടൊക്കെ കവികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു തോട്ട് ഉള്ളിൽ വെച്ചിട്ട് അത് ഒരു വലിയ രീതിയിൽ പറ്റി പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേന് അതൊരു ഇതായിട്ട് മാറുന്നതാണോ പറയുന്നത്? അങ്ങനെയല്ല, നമ്മളൊരു കഥ മനസ്സിലുണ്ടായിരുന്നു, ഒരു കഥ ഇങ്ങനെ എഴുതണം, അതായത് ഈ ഒരു ഐഡിയ കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഥയിലൂടെ കൺവേ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഥയുടെ സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലിട്ടിട്ട് കിടക്കും, ഇങ്ങനൊരു സന്ദർഭമുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ.